അങ്ങനെ എനിക്കും കിട്ടി ഗൈസ്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം അരവണ പായസമാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന സാധനമാണ് കേട്ടോ. കാരണം നമുക്ക് പ്രാവശ്യം എവിടെ നിന്നും കിട്ടിയ ഒരു വഴിയിൽ എങ്ങനെ ഇപ്പൊ ഇത് കിട്ടുന്ന ആലോചിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ. ഈ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കില്ലേ നമ്മൾ ഭൂരിഭാഗം പേരും. അപ്പൊ ഈ ഒരു ഐറ്റത്തിന് എന്താ ഒരു ജാതി ഇല്ലേ മതമില്ലേ ഒന്നുമില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടം, ഒരുപോലെ എല്ലാവരും കഴിക്കൂട്ടോ ഈ സാധനം. അപ്പൊ നമ്മൾ ഇതുപോലെ കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടി. നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് തന്നാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട് കേട്ടോ. ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇത് പൊതുവെ എല്ലാവർക്കും കിട്ടുമ്പോൾ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുടെയും ഒരുപാട് എല്ലാത്തിനും ഒരുപാട് ഓർമ്മകളുടെയും എല്ലാ കഥകളും നമുക്ക് പറയാണ്ടാവൂലേ. അപ്പൊ ഞാനിത് പൊട്ടിച്ചപ്പോ തന്നെ കണ്ടോ എന്റെ അനിയത്തിയായിട്ട് ആദ്യം വന്ന് കൈ നീട്ടിയത്. പിന്നെ നമ്മുടെ മോനിട്ടോ അവനും വന്നേ. പിന്നെ ഞാനായിരുന്നു കേട്ടോ മൂന്നാമത്തെ ആള്. എന്നിട്ട് എനിക്കത് വായിരിക്കും വെക്കുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ ഫീൽ ആയിരുന്നു കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഐറ്റത്തിന്. അപ്പൊ എന്നെ പോലെ അരവണ കൊതിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഞാൻ ഒരുപാട് എവിടെ നിന്ന് കിട്ടിയില്ല കൊല്ലം ആലോചിച്ചിരിക്കുന്നു കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ആരെങ്കിലൊക്കെ അപ്പൊ ശബരിമല പോവാന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഇത് ക്ലാസ്സിൽ കൊടുന്ന് പൊട്ടിച്ചൊരു സ്പൂണുകൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ചിരുമ്പോൾ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു അല്ലേ. ഇപ്പോഴും എനിക്ക് അതേപോലെ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് എനിക്കും കിട്ടി ഗൈസ്. അപ്പോൾ എന്നെ പോലെ അരവണ പായസം കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. താങ്ക് യു.